ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് റോസ്റ്റ് ആണ്. നാടൻ രീതിയിലുള്ള ഒരു ബീഫ് റോസ്റ്റ് ആണ് നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. നമുക്ക് ആദ്യമേ കുക്കറിൽ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് ഈ ബീഫിലൊന്ന് പുരട്ടി വെക്കാം. കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഇതുപോലെ പുരട്ടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്താൽ മതി. ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ തേങ്ങാക്കൊത്തോടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതിന്റെ ടേസ്റ്റ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 6 വിസിൽ അടിക്കുന്നിടം വരെ വേവിച്ചെടുക്കുകയാണ്. ഓരോ ബീഫിന്റെയും വേവിനനുസരിച്ച് അത് നോക്കിയിട്ട് വേവിച്ചെടുക്കണം. ഞാനിത് കുക്കർ അടച്ച് ഒരു 6 വിസിൽ അടിക്കുന്നിടം വരെ വേവിച്ചെടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനിയും അത് ഉലർത്തിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 5-6 വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന്റെ ആ പച്ചമണമൊക്കെ മാറി ഒന്ന് കളറൊക്കെ മാറി വരുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സവോളയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. സവോള അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവോളയുടെയൊക്കെ ഒന്ന് കളർ മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണം. മസാല പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. ഇതുപോലെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് പൊടിച്ചെടുത്ത ഇറച്ചി മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയൊക്കെ ഈ ബീഫിൽ നന്നായിട്ട് മിക്സായി വരണം. നമ്മൾ ബീഫ് വേവിച്ചതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയി. നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലെ ചാറൊക്കെ നന്നായിട്ട് വറ്റി വരണം. അതുവരെ നമുക്കിതൊന്ന് ഉലർത്തിയെടുക്കാം. ആവശ്യമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം.
ഇതുപോലെ നമുക്കൊരു 2-3 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. നല്ല ടേസ്റ്റിയായ നാടൻ രീതിയിലുള്ള ബീഫ് റോസ്റ്റ് ആണ് ഇത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്